ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്ത് ഇന്നെന്തിനാ നിങ്ങളുടെ ലൈഫാണോലോ? ബൈക്കമ്മന്ന് പോണോണ്ട് ബോസിന് ഉണ്ടാക്കാനൊന്നും വെച്ച രാവിലെ നീച്ചപ്പോ തന്നെ ഇവിടെ വേദന ഇവിടെ അപ്പൊ ഇന്ന് രാവിലെ പോയി പൊറാട്ട വാങ്ങിക്കൊണ്ടുവന്നു. പൊറാട്ട ഉണ്ട്. അപ്പൊ ആ പണി ലാഭമായി. ഞാൻ അടുത്ത പണി നോക്കിയാൽ മതി. ഞാൻ ചോറും കൂട്ടാനും ചോറ് അടുപ്പത്ത് വെച്ചിക്കണ്. കൂട്ടാനിക്കില്ല തേങ്ങ ഒക്കെ ചേണ്ടി വെച്ചിക്കണ്. ഉണ്ടാക്കിയാ മതി. അങ്ങനെ അതും കഴിയും. ബാക്കി പരിപാടി ഞാൻ എന്താ നോക്കാം. നമ്മള് എന്തേലൊക്കെ പരിപാടി കിട്ടോ പോലെ എന്തേലൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ടതൊക്കെ പാടെ ഉൾക്കൊള്ളിക്കാണ്ട് ലൈഫ് മാതിരി ഒരു വീഡിയോ അല്ലേ. മഴ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുക അതൊരു മെയിൻ വിഷയമാണ്. അപ്പൊ എന്നാല് നല്ല പൊറാട്ടയും ബീഫും ഉണ്ട്. ഇന്ന് കഴിച്ചിട്ട് ഇന്നത്തെ ഡേ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളൊക്കെ പൊറാട്ട എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ചുട്ടും എന്നിട്ട് ഇങ്ങനെ പിച്ചും. പിന്നെ ചുട്ടണ് എന്താ അറിയില്ല. ഇത് 3-4 കണ്ടായില്ലേ, 4 ഇടലിൽ പരിപാടി തീരും. പെട്ടെന്ന് തിന്നാ പെട്ടെന്ന് അടുത്തടല്ലേ. നൊണ്ടി നടക്കണോണ്ട് എത്താൻ കൊടുത്തന്നെ നേരെ വേഗം. എന്താ ചെയ്യ. അങ്ങനെ ചായ കൂടി കഴിഞ്ഞിട്ട് ഇനി എന്താ പരിപാടി വെച്ചാല് കൂറുവോ. ഞാൻ കൊയിഞ്ഞാടി ഡ്രസ്സും ആകെ ചളിയേനി. ഇപ്പൊ തിരുമ്പി വെളുപ്പിച്ച് പെരിയിലിടാന് പുതിയ കുപ്പായം വാങ്ങിയതാണ്. ഇട്ട് പൂതി ഇടുന്നിട്ടില്ല. ഞാൻ ഇന്നലെ ഇതൊക്കെ ഇട്ട് മറ്റേ ഷാളൊക്കെ ചുറ്റി ചെറിയാപ്പൂനോട് എന്തും പറഞ്ഞാ പോയത്. എന്റെ മുഖത്ത് പൗഡർ ഉണ്ടോ നോക്കിയാ ഞാൻ ഇപ്പൊ വരാതെ കൊണ്ടുവരാൻ പോകാണ്. വന്നപ്പോ ചോര ഒളിപ്പിച്ച് ചെറിയാപ്പൂ ഒന്ന് വെച്ച് വന്ന താകെ ചളിയുന്നുണ്ട്. ഞാൻ ഇന്നലെ വന്നേക്കിന് എന്താട്ടി വേഗം വെള്ളത്തിലിട്ടച്ച്. പക്ഷെ തോന്നില്ല പോകുണ്ടോ. പുതിയ ചുരിദാറായിട്ടാണ് സങ്കട കീറിയും ചെയ്തത്. ഒരു കീറലുണ്ട്. നല്ല രസമല്ലേ ചുരിദാറില്ലേ? നല്ല രസമാണ്. ഇനി ആ ചളിക്കളറിൽ അത് മോഡലായിക്കോളും. എന്തിട്ടാലും മോഡലായോണ്ട് അത് ചേറോ എന്തിട്ടാലും ആ കജ്ജമ പറ്റിയതാണ് ഇച്ചാ പറ്റിയേക്കണതേ. ചളിയിലെ കജ്ജാണ് ഈ കജ്ജ്. പോയില്ലപ്പോ പോയിക്കണല്ലോ. അവിടെ ഒന്നും ചളിയില്ലല്ലോ. പോയി കൊറേ ഇവിടെ ഉണ്ടല്ലോ കുറച്ച്. അതിന് അടുത്ത തിരുമ്പല് ഒന്നും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി തിരിഞ്ഞാൽ മതി. അത് ഫുള്ളായിട്ട് പോയിക്കോളും. അതും ഇങ്ങോട്ടൊന്നും മേത്തേക്കോ. പേന്റും ചാളി പേന്റ് ഇപ്പൊ ഞാൻ ഒന്ന് ഒരതി വെച്ചതാണ്. കാലൊക്കെ മുറിയായിട്ട് നടക്കാൻ ഭയങ്കര ഇടങ്ങാറുണ്ട്. ഓ അല്ലെങ്കിൽ അവിടെ ഉള്ള ഇവിടെ അവിടെ ഉണ്ടല്ലേ. ഇതിപ്പോ പോയതാണ് ഞാൻ ഒരതിയിട്ട്. ചളിയില്ലേ പോയ വെള്ളം അല്ല മഴവെള്ളമൊക്കെ അവിടെ വന്ന് നിന്നിക്കാണ്. ഇന്നലെ ഞാൻ ചെറിയാപ്പൂനോട് ഞാന് ചോദിച്ചതാണ് നിങ്ങൾ കുട്ടീനെ കൊണ്ടുവരാൻ പോകുമോ. മോത്തൊക്കെ എന്നോട് പറഞ്ഞില്ല. അപ്പൊ എന്തേലും അവിടെ എന്തേലും കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടാവും തലേന്ന്. അല്ലെങ്കിൽ ഞാൻ കൊയിഞ്ഞാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അത് പിന്നെ നേരെ പോയിക്കണെങ്കിൽ അവിടെ കൊയിഞ്ഞാടൂലേനി. എന്താ കാട്ടുക. ഞാൻ കുറച്ചായിട്ട് പുറത്തേക്ക് കാണിച്ചിട്ടാ മതി. അതാണ് കീറിയിരിക്കുന്നത്. ഞാൻ വലിച്ചു നീട്ടല്ലോ. ഒന്നിനും പറ്റൂല. ഞാൻ തുന്നു. ഒന്നിനും പറ്റൂല എന്നിട്ട് ഉറക്കാക്കാനല്ലേ. അപ്പൊ ചെറിയാപ്പ് ഇത് വെളുപ്പിച്ചട്ടെ. 2 ആള് തിരുമ്പി എന്തേലും ഒക്കെ കാട്ടിട്ട് വെളുപ്പിച്ചട്ടെ. എന്നിട്ട് വേണം ചോറും കൂട്ടാനും വെക്കാൻ പോകാനല്ലേ. ഇന്ന് പാതി പണി ഞാൻ ചെറിയാപ്പൂന് കൊടുക്കുന്നതാണ്. കാരണം കയ്യിന്ന് പോയിക്കണെന്ന്. എന്താണ് എന്താ പറയാ എന്താണ് ഇവിടെ മോര് കാച്ചാൻ വേണ്ടിട്ട് പച്ചവെള്ളതാണ്. അപ്പൊ ഇന്നത്തെ വെറും ചോറുണ്ട്. നല്ല കോഴിക്കറി ഉണ്ട്. ഓനവിടെ വെച്ചളി. നല്ല കോഴിക്കറി ഉണ്ട്. അപ്പം ചോറ് എടുക്കുക. ഒരു പ്ലേറ്റ് ചോറ് എടുക്കുക. ആവശ്യത്തിനുള്ള കണ്ടെടുക്കുക. അത് കഴിഞ്ഞിട്ട് പച്ചവെള്ളം ആവശ്യത്തിന് കോരിപ്പാടുക. മനസ്സിലായിട്ടില്ല. ഇന്ന് പച്ചവെള്ളക്കറിയാണ്. പച്ചവെള്ളത്തൊക്കെ ഇതിടും. എന്നിട്ട് കോരി ആവശ്യത്തിന് തിന്ന്. പേരും തീറ്റുന്നു.
നമുക്ക് ഇനി വേറെ കെട്ടാതല്ലേ ഉണ്ടാക്കാനറിയാത്തൊരു ബിരാന്തി പൊണ്ണുങ്ങളും. ഇതുകൂടി എന്താ ചെയ്യുന്ന വിശ്വാസമല്ല അല്ലേ. ഞാൻ അറിയാം പച്ചവെള്ളത്തേക്ക് പച്ചവെള്ളം ചോദിച്ചിട്ട് പറഞ്ഞ വെള്ളത്തോടാവൂലേ കാണൂലല്ലോ. എന്തെങ്കിലും ഉണ്ടാത്തു എന്തൊരു മോരുകറിയാണ് ആ പഠിച്ചോനെ ഉണ്ടാക്കുന്നത്. ഞാൻ അതായിട്ടാണ് പച്ചവെള്ളത്തേക്ക് ഇതൊക്കെ യാത്രയും കാലമായിട്ട് ചയച്ചിക്കണോ. ഏതായാലും ഉണ്ടാക്കും. ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല. മഞ്ഞപ്പൊടി ഇടുക. മഞ്ഞപ്പൊടി മുളകല്ലേ. മഞ്ഞപ്പൊടി ഇട്ടിട്ട് മുളക് ഇടുക. എന്നിട്ട് കുറച്ചേരം തിളക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മളെ കറി റെഡിയായി. ഇതാണ് നമ്മളെ കറി. ഇതാണ് കലക്കി പാർന്നാ മതി ചോറ്റക്ക് അല്ലേ. ആ തിളക്കട്ടെ. പുട്ടീന് ഉപ്പിട്ടു. ഇതെന്താ തേങ്ങാപ്പാലോ? തേങ്ങ അരച്ചതോ? എന്ത് മോര് കറിയാണ് കുറച്ചത്. ഇഞ്ഞുണ്ടോ ചെയ്തിട്ടോ. അപ്പൊ ഞാൻ തരൂല. മോര് കറി അല്ലേ ഞാൻ ചോദിച്ചിട്ട് ഇഞ്ഞുണ്ടോ. മോരോടിയാണ് എടുത്തക്കണ കണ്ട ബിരിയാണി ചെമ്പൊക്കെ എടുത്തക്കണ മാതിരി അക്ക ഉണ്ടാക്കിയത് മോര് കറിയാണ്. നടക്കാനൊന്നും വെജ്ജാ ഞൊണ്ടി നടക്കാണ്. ഇനി പരിപാടി തൂമിച്ചില്ലാട്ടോ. ഒന്നായിട്ട് കത്തോന്നിച്ചറിയില്ല കേട്ടോ. മാറി കടുക് കടുകിടും. അനക്കന്നെ ഇടാനൊരു പേടി. പിറ്റേരെ ഒന്ന് പായി കുത്തിരിക്കല്ലേ. അപ്പൊ കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. എന്തറിയാമോ ഞൊണ്ടി നടക്കണ ബോസ്. ഇപ്പൊ പറയും ചെറിയപ്പ എനക്ക് സഹായിച്ചു കൊടുത്തൂടെ. ഞൊണ്ടി നടക്കണ കണ്ടില്ലേ. പാവുണ്ട് ചന്നാറി. ഓണ പോക്ക് കണ്ട എങ്ങനെ തുള്ളിച്ചാടി പോയതാ. നല്ല പൗഡറൊക്കെ തോന്നുന്നു ചെറിയാപ്പ് പിരാഗിട്ടോ. ഞാനൊരു പിരാഗി 4 കൊല്ലായിട്ട് 3 കൊല്ലം ഞാൻ അറിയുന്നില്ല. ആ കൊയിനാടാത്തോണ്ടാണ് എനിക്ക് ഇത്ര വേദന. ഞങ്ങൾ കൊറേ കൊയിനാടിയോണ്ടാണ് എനിക്ക് വേദന. അനങ്ങുമ്പോ ഇതാവല്ലേ. മുറിയല്ലേ പ്രശ്നം. മുട്ടുമ്പോഴാണെങ്കിൽ അതിലാറെ അടങ്ങാറല്ലേ. ഒന്നാണെങ്കിൽ രസേനി, രണ്ടാണെങ്കിൽ രസേനി. ചെറിയാപ്പോ ഞാൻ കൊയിഞ്ഞാടി വന്നപ്പോ ചെറിയാപ്പോ ഒന്ന് വരിക. ഞാൻ കൊയിഞ്ഞാടിക്കണ്. ഏത് പാട്ടാ പാടി വന്നീന്? സ്ലോ മോഷനില് നല്ല പാട്ടൊക്കെ പാടി. സിപ്പിന് ഞാൻ ചിരിച്ചു വന്നിട്ട് പെണ്ണുങ്ങള് കൊയിഞ്ഞാടിയിട്ട് ആദ്യമായിട്ട് പാട്ടാണ് മാപ്പിളയെ കാണിച്ചു. ആരും നോക്കിയത് വണ്ടിക്ക് കുഴപ്പമില്ല. വണ്ടിന്റെ മുന്നേ ഫുൾ സ്ക്രാച്ച് ആണ്. ഞാൻ ഈ കാലേറ്റ് എന്റെ ഈ കാലേറ്റ് ഞാൻ തടഞ്ഞിരിക്കണം. അതാണ് ഈ കാലിന് ഞങ്ങള് തൂമിച്ചത് ഇടുകയാണ്. പിന്നെ കത്തിച്ച ഇനി കത്തിച്ചണോ? ഇനി കത്തിച്ചൊന്നും വേണ്ട. അതന്നെ കറി. ഇതാണ് ഉമ്മച്ചി വലിയ സംഭവമാക്കി ഉണ്ടാക്കിയത്. എന്തറിയാപ്പോ ചെറിയാപ്പ ചോറുന്നുമ്പോ ഞാൻ ചെറിയാപ്പനെ കാട്ടിത്തണ്ട്. അപ്പൊ നമ്മളെ കറി എന്ത് തുടക്ക ഇതാണ് നമ്മളെ മോരും കറി. അപ്പുറത്ത് കോഴി വഴത്ത്, പപ്പടം. എന്താ ഞാൻ നീച്ചാൻ കഴിയണ്ടേ? അതൊക്കെ ഉണ്ടാക്കി തന്നില്ലേ. ഞാൻ ഇപ്പൊ ഇങ്ങനെ നിന്നിരുന്നില്ലേ. നീച്ചാൻ കഴിയാണ്ടും ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്ത. എല്ലാ പരിപാടി ഫുള്ള് കഴിഞ്ഞു. എന്നാലും നമ്മക്ക് കുച്ച കറി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് പാത്രം ഉണ്ടായിന്. ചെറിയാപ്പൂ മോറി ചോയ്ക്കാണ്. കൊയങ്ങിയോ? പാവാണെന്ന് കൊറേ പണിയെടുത്തു വെച്ച്. നമ്മളിങ്ങനെ പെണ്ണുങ്ങളെ സഹായിക്കുമ്പോഴേ ചിലപ്പോ നമുക്കിങ്ങനെ എന്താ പറയാ കേൾക്കും ഓനൊരു മൊണ്ണയാണ് അല്ലെങ്കിൽ പൊണ്ണുമ്മയാണ്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യരുത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയാല് ബാഗ് എത്താനും നമ്മളെ നോക്കാനും നമ്മളെ അടുത്ത് എപ്പോഴും ഉണ്ടായാല് പേരന്റെ ഉള്ളിലുള്ള പോലെ ആയിക്കാരം. അപ്പൊ നമ്മളിതൊക്കെ ഒന്നും ചെയ്തതിനൊരു കുഴപ്പമില്ല. ഇതൊക്കെ ചെയ്താലേ
നമുക്ക് സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അല്ല വെറും പേരന്റെ പുറത്ത് പോയിങ്ങാണ്ട് വെറും കൂട്ടുകാരന്മാരെ കണ്ടിരിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അതും വേണം, അതിന്റെ ഇടയിൽ കൂടെ ഇതും വേണം. അപ്പോഴാണ് സംഗതി ഒരു ബാലൻസ് ചെയ്ത് പോകാൻ കഴിയും. അതാണ് അതിന്റെ കണക്ക്. അല്ലാതെ പേരന്റെ ഉള്ളിൽ പെണ്ണുങ്ങളെ സഹായിച്ചവരൊന്നും പൊണ്ണുമാളല്ല. അങ്ങനെയാണെങ്കിൽ പെണ്ണുങ്ങളെ കാണുമ്പോ അവന്റെ അല്ലേ ആ വേദം തരാത്ത ചിലവരൊക്കെ കണ്ടു കാണുമ്പോ വിചാരിച്ചു ആൾക്കാര് കണ്ടെന്താ വിചാരിക്കാണ്. ഒന്നും വിചാരിക്കില്ല. ഒരു മനസ്സിലാവും നമുക്ക് ഇതേമാതിരി ചെയ്ത് കൊടുത്താൽ മതി എന്ന് വിചാരിക്കുക. ഇതൊക്കെ വീഡിയോക്കും വേണ്ടി അല്ല കേട്ടോ, യൂട്യൂബ് ആയതുകൊണ്ട് അങ്ങനെ എടുത്തതാണ്. അങ്ങനെ ഉണ്ടാവും ചെലോല്. അപ്പൊ ഇനി പാത്രം കേക്കിട്ട് എന്താ പരിപാടി? തോരടാണ്ട് ഉണക്കണ്ടേ? ഉണക്കാണ്ട് പറ്റൂല. അല്ലേ വെയിലില്ല, ഉണക്കിയിട്ടേ ഉണങ്ങണില്ല. ഇനി ചെറിയാപ്പൂനെ തരുവോ ചോദിച്ച കമന്റ് ഉണ്ടാ. ചെറിയാപ്പൂനെ തരൂല്ല. പാത്രം കേക്കില് കഴിഞ്ഞത് അടുത്ത് ഉണക്കാനാണ്. മഴ ആയതുകൊണ്ട് ഉണക്കാതെ മെഷീൻ ഇട്ടാല് ഇതാവൂല. കുഞ്ഞിന്റെ ഡ്രസ് കിടക്കണം. കമ്പനിക്കാര് തിന്നില്ലാതെ വെളുത്തപ്പോ ഇപ്പത്തെ പരിപാടി എന്താ വെച്ചാല് ഒരു ലോങ് വീഡിയോന്റെ ഇടയിൽ ഒരു ഷോർട്ട് എടുക്കാൻ നോക്കിയതാ കേട്ടോ. ഷോർട്ടിന്റെ റീലാണ്. ബോസിനാണെങ്കിൽ സാറിന് 10 ടേക്ക് 20 ടേക്ക് പോയാലും ശുദ്ധ മലയാളം നല്ല സ്റ്റാൻഡേർഡില് വരുന്നു. നടക്കും ചാർജ് 20 റീടേക്ക് 10. ലാസ്റ്റ് അടച്ചിന്റെ കാലേക്ക് എജ്ജിന്റെ കാല് ഞാൻ ഇവിടെയൊക്കെ കേക്ക് വെച്ചിട്ടാണ് അറിയില്ല. അങ്ങനെ ഇപ്പൊ നേരെ 2 മണി. എന്താ പറയാ കാലിന്റെ കയ്യിന്ന് പോവുണ്ട്. ശരി, അപ്പൊ ആ കറിയൊന്ന് കൂട്ടി എന്നിട്ട് അത്രയും നിങ്ങളിന്നെ പുച്ഛിച്ചിരിക്കണ്. സത്യം പറഞ്ഞു കൊടുക്കണം കേട്ടോ, നോണുണ്ടാക്കി പറയരുത്. ആദ്യം ഇരിക്ക ചോറ് വരെ കാര്യം പറ തിന്നേ. പറീ സത്യം പറഞ്ഞാതി. പുച്ഛിച്ചിട്ട് എന്തായി? എന്തൊക്കെ ചമ്മല്. ഞാൻ ആ പച്ചവെള്ളം അടുപ്പത്ത് വെച്ച പൈക്ക് തലട്ട് പാളിയൊക്കെ തുടങ്ങിയിരിക്കണ്. രസണ്ട്. ഉമ്മ ഉണ്ടാക്കണ കണ്ട് പഠിച്ച ഞാന്. ഓ അപ്പൊ ഞങ്ങൾ ഇനി ചോറുന്നുണ്ട്. എന്താടോ പരിപാടി? നമ്മുടെ വീഡിയോ ഓൺ ആക്കിയപ്പോ അവിടെ സൗണ്ട് കുറച്ചാലോ കോപ്പി റേറ്റ് വരും. പടം കാണുക അല്ലേ? ഏതാ പടം? റോന്ത്. രസമുണ്ടോ? പകുതി ആയിട്ടുള്ളു, കിടക്കണുള്ളൂ അല്ലേ? ഇനി ചായ കുടിച്ചണോ? പിന്നെന്താ കേക്ക് കൊടുക്കണ്ടേ? പാക്ക് ഇന്നലെ ഞങ്ങള് കൊണ്ടുപോയി കൊടുത്തിട്ടില്ല, സാഹചര്യം അനുകൂലമായില്ല. കേക്ക് കൊണ്ടേ കൊടുക്കാ ഞാൻ പറയുമ്പോ നല്ലത് പുറത്തുനിന്ന് വാങ്ങി കൊടുക്കേക്കാരനല്ലേ. അങ്ങനെ അതാണ് ഏറ്റവും നല്ലത്. ഇത് കണ്ടപ്പോ ചോദിച്ചു എന്താ ഇപ്പൊ സൂപ്പറാണ് അറിയ കണ്ടോണ്ടേ. അപ്പൊ അല്ലാതെ ചില്ലറ പരിപാടികളുണ്ട് അല്ലേ? അങ്ങനെ ചെറിയ ചെറിയ പരിപാടിയാണ്. അതിനല്ലാതെ ചില്ലറ അല്ലറ ചില്ലറ പരിപാടികളുണ്ട്. എന്നായിക്കോട്ടെ, എന്നാ ചെല്ലേ വീഡിയോ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് വേഗം പോയി ചായ ഉണ്ടാക്കി. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പാക്ക് ഓളുണ്ടാക്കിയ കേക്ക് കൊണ്ടേ കൊടുക്കുകയാണ്. മോയിച്ചെന്താ ഞങ്ങൾക്ക് കേക്ക് തരേനി. ഒന്നാമത് പിന്നെ വേനയും കാര്യമൊക്കെ ആയിട്ട് അവിടെ കടക്കും. അപ്പൊ ഇന്ന് കൊണ്ടേ കൊടുക്കുകയാണ്. പോലും മറന്നിട്ടില്ല. അപ്പം അവിടെ എത്തിയിട്ട് കാണാം അല്ലേ? ഇന്നലത്തെ കേക്ക് ഒരു ഐസ്ക്രീം പാത്രത്തിലാക്കിയതാട്ടോ, കാരണം തിന്നില്ലേന്. കേടത്തില്ല, അതുപോലെ ആ സെറ്റപ്പില് തിന്നോട്ടെ. ഞാൻ തിന്നോളാം. ടേസ്റ്റ് നോക്കിപ്പാ.
തിന്നോക്കേ തിന്നേ നിങ്ങളെ അഭിപ്രായം കാണാനാ അപ്പൊ കൊണ്ടുവന്നേ ചെറിയാപ്പൊക്കെ തിന്നിട്ട് എന്നറിയാം ഞാൻ പാത്തിച്ചൊക്കെയാണ് എങ്ങനെയുണ്ട് രസമുണ്ടല്ലേ കുഴപ്പമില്ല നിങ്ങളെ ഓലുണ്ടാക്കിയതാണ് ഞാൻ രസം പറയാണ് ഞാൻ തന്നെ പറഞ്ഞില്ല നല്ല കട്ടി ആ ഫസ്റ്റത്തെ ലെയർ അടിയത്തെ ലെയർ ഫസ്റ്റത്തെ ലെയർ ഇതോ ഇടണ്ടൊക്കെ ഇട്ടിക്കണ എന്തെങ്ങനെ ആയത് തിന്നോക്കിമ്മ എന്തെങ്കിലൊക്കെ ഇടുന്നാണ് തിന്നത് മതിയോ അല്ല ഉറപ്പൊന്നുമില്ല എനിക്ക് വേണ്ട ഞാൻ പറയാം അഭിപ്രായം ഇതില് എന്തൊക്കെ ഇട്ടിക്കണ് ആളി ആളി ഇല്ല ആവളി കുറച്ച് കുറച്ച് കുട്ടികൾക്ക് മറ്റേ വരക്കിയ നിർത്താ മതി ഇന്നൊക്കെ രസല്ലേ ഇന്നൊക്കെ രസമുണ്ട് അല്ലേ ചെറിയ രസം ഞങ്ങൾ ഉണ്ടാക്കിയല്ലേ തിന്നോളിയാണ് മറ്റേ കൽത്തപ്പത്തിന്റെ മേലെ ആ കേക്ക് തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങൾ വിചാരിച്ച എന്താ ഫോറസ്റ്റോ ഞാൻ ഒന്നും വിചാരിച്ചിട്ടില്ല അതിന് ശേഷം നാക്കിട്ടാരോ നിങ്ങളാ അത് പറയാനിപ്പൊ ഇന്നലെ എന്താ കാട്ടണ് ചെറിയാപ്പ് നാക്കിട്ടാണോ അന്ന് ചെറിയാപ്പ് ഗൾഫിലേനി തിന്നാൻ കെട്ടത്തിന്റെ വൈരാഗ്യത്തിൽ മുട്ട ഇവിടെ കുഴിച്ചിട്ട് അങ്ങനെ ഇപ്പൊ പെരീന്നിറങ്ങി ഞങ്ങടെ പോണ് ഇനി ഇടയ്ക്കിടെ പോവുകയാണ് കുറച്ച് പച്ചക്കറി സാധനമൊക്കെ വാങ്ങാണ്ട് അല്ലേ അപ്പൊ അങ്ങോട്ടൊന്ന് പോണം ഞാൻ അവിടെ എത്തിയിട്ട് കാണാം നമ്മളങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങി ഇവിടെ ഒരു ഇടക്കരല്ല ടോപ്സ് കയറിയതാട്ടോ ചെറിയ പാതൂന് എന്തോ വേണം പറഞ്ഞിട്ട് അവിടെ ഉണ്ട് ഞാൻ ഇവിടെ വന്ന് ഇരുന്നേക്കണം നിൽക്കാനൊക്കെ എളുപ്പില്ല അപ്പൊ ഇവിടെ വന്ന് ഇരുന്നാണ് എന്തെങ്കിലും അവിടെ എന്തെങ്കിലും നോക്കാം അല്ലാതെ റൈസ് ഐറ്റംസ് ഇവിടെ ബർഗറും ഇത് മാത്രമേ ഉള്ളൂ ഈ ഷെഫൊക്കെ ഞൊണ്ടി കേറി വരും കേട്ടോ ഞാനൊരു അവിൽ മിൽക്ക് ചോദിച്ചതാ അപ്പൊ ഓൾക്ക് അവിൽ മിൽക്ക് വേണ്ട എന്തേലും തിന്ന പറഞ്ഞിട്ട് വന്നാണ് എന്താണ്ടേ പറയും നിങ്ങളല്ല മേലക്കന്ന ഞാനൊരു 20 ഉറുപ്പ്യന്റെ അവിൽ മിൽക്ക് ചോദിച്ചപ്പോ തിന്നിട്ട് പോകാറുണ്ട് ഇവിടെ കയറിയാണ് ഇവിടുത്തെ ബിരിയാണി എല്ലാവരും രസമുണ്ട് എന്ന് കുറേ പറയുന്നത് ലാഭത്തെ ചെയ്യാനാണെങ്കിൽ ഞാൻ പറയും ടോപ്സിത്തെ ബിരിയാണി അനക്കെന്താണ്ടി അത് മതിയോ ഞങ്ങൾക്ക് ബിരിയാണി ഞങ്ങള് ബിരിയാണി ഇന്നാണ് ഇന്നാള് തിന്നാ മതിയെന്ന് എന്തേ അനക്കെന്താ വേണ്ടേ അങ്ങനെ അപ്പുറത്തെ തോല് പലതും തിന്നു തീകണറിഞ്ഞോ പ്ലേറ്റ് ഇല്ലാതെ തിന്നാലും അല്ലേ ചായ അച്ചയൊക്കെ കുടിച്ചിട്ട് പറയാ ചായയിൽ മധുരല്ല അപ്പൊ പെണ്ണുങ്ങൾ ഉണ്ടാക്കി തന്നെ ചായ അല്ലല്ലോ ഹോട്ടലാകുമ്പോ ഒന്ന് ഇളക്കി കുടിച്ചേണ്ടി വരും ഇപ്പൊ മധുരണ്ടോ ആ പണ്ട് ചൂടാറിയിട്ട് ഇപ്പച്ചി തരും ഞങ്ങൾക്ക് ഇട്ടുതരുമോ കാക്ക കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറഞ്ഞിട്ട് മേലെ മാത്രം പേപ്പറൊന്നും തിന്നുണ്ടത് അങ്ങനെ ആദ്യമൊന്നുമില്ല ചോറ് മതി അതിപ്പോ എന്തിനാണ് തെച്ചില്ലേ
എന്തൊക്കെ തിന്നല്ലേ പീസ് ഉണ്ടെങ്കില് അതിലൊരു പീസും ഉണ്ട്. എന്തോ ആക്കണ പീസ് അല്ല ഇതിലുണ്ട് പീസേ കുറച്ചോനെ പീസ് മസാല ഒന്നും വേണ്ട. ഇച്ചി ചോറൊക്കെ വലിയൊരു പാത്രത്തില് 2 പറ്റ് തന്നത് തിന്നോന്ന് എന്റെ പാപ്പ തരണ്ടേ. പീശു ആണെന്ന് പറഞ്ഞാ പീശു ഇതിന്റെ ഉള്ളിലല്ലേ? അനക്ക് ഇതാക്കണ പീശ് എനിക്ക് പീശ് അതിലുണ്ട്. നീ തിന്നോ അവിടെ ഇറച്ചിയൊക്കെ നുള്ളി കൊടുക്കണം. മുതല് ചെറിയൊരു കഞ്ഞിക്കാരം നാളെ ലാസ്റ്റ് ഇത് ലാസ്റ്റ് ഇത് കഴിഞ്ഞാ നീച്ച് പൊക്കോളണം. തൈരൊക്കെ ഇഞ്ഞ റിപ്പീറ്റ് അടിച്ചോ. മന്തി നല്ല തൊള്ള ഭാഗ്യാട്ടോ. ഇന്ന് ബിരിയാണി, നാളെ ഞാൻ എന്താ ചെറിയരി തിന്നോക്കട്ടെ. രസമുണ്ടോ? വിഷുണ്ടോ? വേണ്ടിന്നോലി. അപ്പൊ ഞങ്ങൾ തിന്നട്ടെ. ഇങ്ങനെ ഞങ്ങളെ തീറ്റ കഴിഞ്ഞു. ഒരാൾ ഇവിടെ കഷ്ടപ്പെടുകയാണ്. എന്താ ദേവ ബാക്കിയൊക്കെ ഞാൻ തിന്നണം. ഞാനൊരു ഔലിമിലേക്ക് മതിയെന്നല്ല ഞങ്ങളോട് പറഞ്ഞേ. ചെറിയാപ്പൂനെ കാത്തു നിക്കാണ്. ചെറിയാപ്പൂനെ ഇങ്ങോട്ട് വേണം പോകാന് അല്ലേ? ഇങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് നേരെ പെരി പോവാലെന്ന് പിന്നെ വീട് വൈകിട്ട് പകരം അടുത്ത വീഡിയോയില് കാണാം. അസ്സലാമു അലൈക്കും.